Next is Fleming's left hand rule is applicable to. ഏതൊക്കെയാണ്? ട്രാൻസ്ഫോമർ, ഓൾട്ടർനേറ്റർ, DC ജനറേറ്റർ, DC മോട്ടർ. സോ മെയിൻ ആയിട്ട് നമ്മൾ രണ്ട് റൂളാണ് നമ്മളിവിടെ പഠിക്കുന്നത് അല്ലേ? ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂളും ഉണ്ട്, ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂളും ഉണ്ട് അല്ലേ? സോ നമ്മളത് എഴുതി കഴിഞ്ഞാൽ ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂളും ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂളും നമുക്കുണ്ട്. സോ ഇത് എപ്പോഴും പലരും പറയുന്നത് കേട്ടിട്ടുണ്ട് ഇത് മാറിപ്പോകുന്നു അല്ലേ? സോ ഇത് മാറിപ്പോകാതിരിക്കാൻ എന്ത് ചെയ്യണം? നിങ്ങൾ ജനറേറ്റർ എന്ന് എഴുതുക അല്ലേ? ജനറേറ്റർ എന്ന് എഴുതുക, അതുപോലെ തന്നെ മോട്ടർ എന്ന് എഴുതുക അല്ലേ? ജനറേറ്റർ മോട്ടർ എഴുതി കഴിഞ്ഞാൽ ജനറേറ്റർ എഴുതുമ്പോൾ നിങ്ങൾക്ക് എന്താണ്? ജനറേറ്റർ 2 R കാണാൻ പറ്റൂ അല്ലേ? 2 R കാണാൻ പറ്റുമ്പോൾ എന്താണ്? ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂളിലാണ് നമുക്ക് 2 R കാണാൻ പറ്റുന്നത്. അതുകൊണ്ട് ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ ഏതിനായിരിക്കും? ജനറേറ്ററിനായിരിക്കും. അതുപോലെ മോട്ടറിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് 1 R ഉള്ളൂ. സോ ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ എന്ന് പറയുന്നത്, ലെഫ്റ്റ് ഹാൻഡ് റൂൾ എന്ന് പറയുമ്പോൾ നമുക്ക് 1 R കാണാൻ പറ്റുള്ളൂ. സോ ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ എന്ന് പറയുന്നത് എന്തിനായിരിക്കും? മോട്ടറിനായിരിക്കും. സോ ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂളാണ്. ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ ഏത്? മോട്ടറിംഗ് ഓപ്പറേഷൻ ആണ് നമുക്ക് തരുന്നത് അല്ലേ? സോ ഇവിടെ തന്നിരിക്കുന്നതിൽ മോട്ടർ ഏതാണ്? DC മോട്ടർ. ഓപ്ഷൻ D ആയിരിക്കും നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. സോ എന്താണ് ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ നമ്മളോട് പറയുന്നത്? ദാറ്റ് ഈസ് ഇഫ് യു സ്ട്രെച്ച് യുവർ തം, ഫോർഫിംഗർ ആൻഡ് മിഡിൽ ഫിംഗർ ഓഫ് യുവർ ലെഫ്റ്റ് ഹാൻഡ് ടു റെപ്രസെന്റ് എ മ്യൂച്വലി പെർപെൻഡിക്കുലർ സിസ്റ്റം. നിങ്ങളുടെ ലെഫ്റ്റ് ഹാൻഡിലെ തമ്പും ഫോർ ഫിംഗറും മിഡിൽ ഫിംഗറും ഒരു മ്യൂച്വലി പെർപെൻഡിക്കുലർ സിസ്റ്റം വരാൻ പാകത്തിന് നിങ്ങൾ പ്ലേസ് ചെയ്തു. നിങ്ങളുടെ ഫോർ ഫിംഗർ എന്ന് പറയുന്നത് ഫീൽഡിനെയാണ് പോയിന്റ് ചെയ്യുന്നത്, മിഡിൽ ഫിംഗർ കറണ്ടിന്റെ ഡയറക്ഷനിലാണ് പോയിന്റ് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ തമ്പായിരിക്കും എന്തിന്റെ? നമ്മുടെ ഫോഴ്സിന്റെ ഡയറക്ഷൻ. അതായത് നമ്മുടെ കണ്ടക്ടറിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സിന്റെ ഡയറക്ഷൻ തരുന്നത് ഏതായിരിക്കും? നമ്മുടെ തമ്പായിരിക്കും. അതാണ് ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ പറയുന്നത്. ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ മോട്ടറിംഗ് ഓപ്പറേഷൻ ആണ് നമുക്ക് തരുന്നത്. അതേസമയം ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ നമുക്ക് ജനറേറ്റിംഗ് ഓപ്പറേഷൻ ആയിരിക്കും നമുക്ക് തരുന്നത്. ഓക്കെ, ഇത് മാറിപ്പോകാതിരിക്കാൻ ഇന്ന് എഴുതി നോക്കിയാൽ മതി. മാറിപ്പോകുന്നുള്ളവർക്ക് സംശയമാണെങ്കിൽ ഇതൊന്ന് നോക്കിയാൽ മതി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ആപ്ലിക്കേഷൻ ഓഫ് നോർട്ടൺസ് തിയറം ടു എ സർക്യൂട്ട് yields. ഏതൊക്കെയാണ് ഓപ്ഷൻസ്? ഈക്വലന്റ് കറന്റ് സോഴ്സ്, ഈക്വലന്റ് കറന്റ് സോഴ്സ് ആൻഡ് ഇംപിഡൻസ് ഇൻ സീരീസ്, ഈക്വലന്റ് ഇംപിഡൻസ്, ഈക്വലന്റ് കറന്റ് സോഴ്സ് ആൻഡ് ഇംപിഡൻസ് ഇൻ പാരലൽ. അപ്പോൾ അതറിയണമെങ്കിൽ നമുക്ക് എന്താണ് നോർട്ടൺസ് തിയറം എന്താണെന്ന് നമുക്ക് അറിയണം അല്ലേ? സോ നമുക്ക് നോർട്ടൺസ് തിയറം എന്താണെന്ന് നോക്കാം. ഈ നോർട്ടൺസ് തിയറം പറയുന്നത് എന്താണ്? എനി ലീനിയർ ബൈലാറ്ററൽ ടു ടെർമിനൽ നെറ്റ്വർക്ക് ക്യാൻ ബി റീപ്ലേസ്ഡ് ബൈ ആൻ ഈക്വലന്റ് സർക്യൂട്ട് കൺസിസ്റ്റിംഗ് ഓഫ് എ കറന്റ് സോഴ്സ് IN ഇൻ പാരലൽ വിത്ത് എ റെസിസ്റ്റർ RN. ഏതൊരു ലീനിയർ ബൈലാറ്ററൽ ടു ടെർമിനൽ നെറ്റ്വർക്ക് എടുത്താലും അതിനെ എനിക്ക് എന്തായിട്ട് റീപ്ലേസ് ചെയ്യാൻ പറ്റും? ദാറ്റ് ക്യാൻ ബി റീപ്ലേസ് ബൈ എ കറന്റ് സോഴ്സ് IN. അതായത് ഇതൊരു ടു ടെർമിനൽ നെറ്റ്വർക്ക് ആണെങ്കിൽ, ഒരു ലീനിയർ ബൈ ഡയറക്ഷണൽ ടു ടെർമിനൽ നെറ്റ്വർക്ക് ആണ് ഞാനിവിടെ കാണിച്ചിരിക്കുന്നത്. ഈ നെറ്റ്വർക്കിന് എനിക്ക് എന്തായിട്ട് റെപ്രസെന്റ് ചെയ്യാൻ പറ്റുമെന്നാണ് നോർട്ടൺസ് തിയറം പറയുന്നത്? ഇറ്റ് ക്യാൻ ബി റെപ്രസെന്റഡ് ബൈ എ കറന്റ് സോഴ്സ് IN ഇൻ പാരലൽ വിത്ത് എ റെസിസ്റ്റൻസ് RN. ഒരു IN-ഉം അതിന് പാരലായിട്ട് ഒരു RN-ഉം വെച്ചിട്ട് എനിക്ക് ഈ ഒരു ബ്ലോക്കിനെ എന്ത് ചെയ്യാം? എനിക്ക് റെഡ്യൂസ് ചെയ്ത് റെപ്രസെന്റ് ചെയ്യാൻ പറ്റുമെന്നാണ് നോർട്ടൺസ് തിയറം നമ്മുടെ അടുത്ത് പറയുന്നത് അല്ലേ? സോ ഈ IN എന്ന് പറയുന്നത് എന്തായിരിക്കും? IN ഇസ് ദ ഷോർട്ട് സർക്യൂട്ട് കറന്റ് ത്രൂ ദ ടെർമിനൽ. സോ ഏത് ടെർമിനൽസിന് അക്രോസ് ആയിട്ടാണോ നമുക്ക് നോർട്ടൺ ഈക്വലന്റ് കണ്ടുപിടിക്കുന്നത്, ആ ടെർമിനൽ നമ്മൾ ഷോർട്ട് ചെയ്ത് വെച്ചിട്ട് അതിൽ കൂടെ പാസ് ചെയ്യുന്ന കറണ്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുവാണെങ്കിൽ അതായിരിക്കും എന്തെന്ന് പറയുന്നത്? നമ്മുടെ IN അല്ലെങ്കിൽ നോർട്ടൺ കറണ്ട് എന്ന് നമ്മൾ പറയുന്നത്. ഇനി എങ്ങനെ നമുക്ക് RN കാൽക്കുലേറ്റ് ചെയ്യാം? RN എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ദ ഈക്വലന്റ് റെസിസ്റ്റൻസ് അറ്റ് ദ ടെർമിനൽസ് വെൻ ദ ഇൻഡിപെൻഡന്റ് സോഴ്സസ് ആർ ടേൺഡ് ഓഫ്. അതായത് ഏത് ടെർമിനൽസിന് അക്രോസ് ആണോ എനിക്ക് ഈക്വലന്റ് കണ്ടുപിടിക്കുന്നത്, ആ ടെർമിനൽസിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് കാണുന്ന ഈക്വലന്റ് റെസിസ്റ്റൻസിന്റെ വാല്യൂ ആണ് RN. അത് കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ നമ്മുടെ ഇൻഡിപെൻഡന്റ് സോഴ്സസിനെ ടേൺ ഓഫ് ചെയ്യണം. ഇൻഡിപെൻഡന്റ് സോഴ്സസിനെ ടേൺ ഓഫ് ചെയ്യണം എന്ന് വെച്ചാൽ എന്താ? ഓരോ സോഴ്സും അതിന്റെ ഇന്റേണൽ ഇംപിഡൻസ് വെച്ച് നമ്മൾ റീപ്ലേസ് ചെയ്യണം എന്നാണ് ടേൺ ഓഫ് എന്ന് ഉദ്ദേശിക്കുന്നത്. അതായത് ഇപ്പോൾ നമ്മളൊരു വോൾട്ടേജ് സോഴ്സ് ആണെങ്കിൽ വോൾട്ടേജ് സോഴ്സിനെ ഷോർട്ട് ചെയ്യുക, ഒരു കറണ്ട് സോഴ്സ് ആണെങ്കിൽ ആ കറണ്ട് സോഴ്സിനെ ഓപ്പൺ ചെയ്യുക. ഓക്കെ, അങ്ങനെ ചെയ്തിട്ടാണ് നമ്മൾ ഏത് കണ്ടുപിടിക്കുന്നത്? RN നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സോ നമ്മുടെ ക്വസ്റ്റനിൽ ചോദിച്ചിരിക്കുന്നത് എന്താണ്? നോർട്ടൺസ് തിയറം ടു എ സർക്യൂട്ട് yields. എന്താണ് നമുക്ക് കിട്ടുന്നത്? ഈക്വലന്റ് കറന്റ് സോഴ്സ് ആൻഡ് ആൻ ഇംപിഡൻസ് ഇൻ പാരലൽ അല്ലേ? ഒരു കറന്റ് സോഴ്സ് IN-ഉം അതിന് പാരലായിട്ട് ഒരു ഇംപിഡൻസ്. അതായത് ഇപ്പോൾ നമ്മളൊരു DC സർക്യൂട്ടിലാണെങ്കിൽ നമുക്ക് R മാത്രമേ ഉണ്ടാവുള്ളൂ. AC സർക്യൂട്ടിലോട്ട് വരുമ്പം ഈ RN എന്ന് പറയുന്ന പകരം നമ്മുടെ ZN ഇംപിഡൻസ് ആയിരിക്കും നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് അല്ലേ? സോ നമുക്ക് എന്താ? ഈക്വലന്റ് കറന്റ് സോഴ്സ് ആൻഡ് ഇംപിഡൻസ് ഇൻ പാരലൽ എന്ന് നമുക്ക് പറയാൻ പറ്റും. സോ നമ്മുടെ ഓപ്ഷൻ D ആയിരിക്കും നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. As the voltage of a transmission line increases, the volume of conductor. ഇതൊക്കെയാണ് ഓപ്ഷൻ. ഓപ്ഷൻ A increases, ഓപ്ഷൻ B does not change, ഓപ്ഷൻ C increases proportionately, ഓപ്ഷൻ D decreases. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? വോൾട്ടേജ്. അതായത് ട്രാൻസ്മിഷൻ ലൈനിന്റെ വോൾട്ടേജ് കൂടുമ്പോൾ കണ്ടക്ടറിന്റെ വോളിയത്തിന് എന്ത് പറ്റുമെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് അല്ലേ? നമുക്കറിയാം ദ വോളിയം ഓഫ് കണ്ടക്ടർ റിക്വയർഡ് എന്ന് പറയുന്നത്
ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു 1/v² ആണ്. അതായത് നമുക്ക് വേണ്ട കണ്ടക്ടറിന്റെ വോളിയം എന്ന് പറയുന്നത് നമ്മുടെ ട്രാൻസ്മിഷൻ ലൈൻ വോൾട്ടേജിന്റെ സ്ക്വയറിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. സോ ഈ വോൾട്ടേജിന്റെ വാല്യൂ കൂടുന്തോറും എന്ത് സംഭവിക്കും, നമുക്ക് വേണ്ട വോളിയം ഓഫ് കണ്ടക്ടർ അല്ലെങ്കിൽ കണ്ടക്ടറിന്റെ മെറ്റീരിയലിന്റെ വോളിയം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റും അല്ലേ. സോ ഡിക്രീസസ്, ഓപ്ഷൻ ഡി ഡിക്രീസസ് ആയിരിക്കും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഹൈ വോൾട്ടേജ് ട്രാൻസ്മിഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഹൈ വോൾട്ടേജ് ട്രാൻസ്മിഷൻ യൂസ് ചെയ്യുമ്പോൾ ഒന്ന് നമുക്ക് ട്രാൻസ്മിഷൻ ലോസ് നമുക്ക് കുറയ്ക്കാൻ പറ്റും അല്ലേ, ട്രാൻസ്മിഷൻ ലോസ് കുറയ്ക്കാൻ പറ്റും. അതുപോലെ തന്നെ വേറൊരു അഡ്വാൻറ്റേജ് ആണ് വോളിയം ഓഫ് ദിസ് കണ്ടക്ടർ. ഒരു കണ്ടക്ടറിന്റെ വോളിയത്തും അതല്ലെങ്കിൽ അതിന്റെ സൈസ് എനിക്ക് എന്ത് സംഭവിക്കും, കുറയ്ക്കാൻ പറ്റും. സോ ഓപ്ഷൻ ഡി ഡിക്രീസസ് ആയിരിക്കും നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ മെറ്റീരിയൽ കോമൺലി യൂസ്ഡ് ഫോർ ഷീൽഡിംഗ് ഓർ സ്ക്രീനിങ് മാഗ്നറ്റിസം ഈസ്. ഓപ്ഷൻസ് ബ്രാസ്, സോഫ്റ്റ് അയൺ, കോപ്പർ, അലുമിനിയം. എന്താണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്, ഷീൽഡിങ്, അതായത് മാഗ്നറ്റിക് ഷീൽഡിങ്ങിന് നിങ്ങൾ ഏത് മെറ്റീരിയൽ യൂസ് ചെയ്യുമെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എന്താണ് ഈ മാഗ്നറ്റിക് ഷീൽഡിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, മാഗ്നറ്റിക് ഷീൽഡിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഏരിയയിൽ ഇപ്പോൾ എനിക്ക് അതിൽ കൂടെയുള്ള ഫ്ലെക്സ് ലൈൻസ്, ഇപ്പോൾ എന്തെങ്കിലും ഒരു ഡെലിക്കേറ്റ് ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ അവിടെ ഉണ്ടെങ്കിൽ അതിൽ കൂടെ മാഗ്നറ്റിക് ഫ്ലെക്സ് ലൈൻസ് കടക്കാതെ എനിക്ക് വെക്കണം. സോ അങ്ങനെ ഒരു സ്പേസിൽ അല്ലെങ്കിൽ ഒരു ഏരിയയുടെ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് വരാതെ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിനെ ഡീവിയേറ്റ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, മാഗ്നറ്റിക് ഷീൽഡിംഗ് എന്ന് നമ്മൾ പറയുന്നത് അല്ലേ. സോ നമുക്കറിയാം മാഗ്നറ്റിക് ഫ്ലക്സ് എന്ന് പറയുന്നത് അതിനെ നമുക്ക് ഒരിക്കലും കട്ട് ചെയ്യാനോ അല്ലെങ്കിൽ നമുക്ക് അതിനെ എന്താ പറയുക, നമുക്ക് അതിനെ ബ്രേക്ക് ചെയ്യാൻ പറ്റത്തില്ല. കാരണം മോണോപോൾസ് ഡസ് നോട്ട് എക്സിസ്റ്റ്. ഒരറ്റത്തു നിന്ന് ഒരു ഫ്ലക്സ് സ്റ്റാർട്ട് ചെയ്താൽ ഒരറ്റത്തെ എൻഡ് ചെയ്യാൻ ഒരു പോൾ അവിടെ ഉണ്ടായിരിക്കും. മോണോപോൾസ് ഒരിക്കലും എക്സിസ്റ്റ് ചെയ്യില്ല. സോ അതുകൊണ്ട് എനിക്ക് മാഗ്നറ്റിക് ഫ്ലക്സിനെ എനിക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, എനിക്ക് കട്ട് ചെയ്യാനോ ബ്രേക്ക് ചെയ്യാനോ പറ്റില്ല. എനിക്ക് എന്തേ ചെയ്യാൻ പറ്റുള്ളൂ, അതിന്റെ പാത്ത് ഡീവിയേറ്റ് ചെയ്യാനേ പറ്റുള്ളൂ. സോ ഏത് ഏരിയയിലാണോ എനിക്ക് മാഗ്നറ്റിക് ഫ്ലക്സ് ലൈൻസിനെ എനിക്ക് റിമൂവ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ അതിന്റെ പ്രസൻസ് വേണ്ടാത്തത്, ആ ഏരിയയ്ക്ക് ചുറ്റും എന്ത് സംഭവിക്കണം, ഞാനൊരു ഫെറോമാഗ്നറ്റിക് മെറ്റീരിയൽ ഞാൻ കീപ്പ് ചെയ്യും. സോ അങ്ങനെ ഒരു ഫെറോമാഗ്നറ്റിക് മെറ്റീരിയൽ കീപ്പ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും, നമുക്കറിയാം ഫെറോമാഗ്നറ്റിക് മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ അതിന് മാക്സിമം പെർമിയബിലിറ്റി ആണ് അല്ലേ. സോ മാക്സിമം ഫ്ലക്സ് ലൈൻസ് ആ ഹൈ പെർമിയബിലിറ്റി മെറ്റീരിയലിലേക്കൂടെയാണ് പാസ് ചെയ്യാൻ നോക്കുള്ളൂ. കാരണം ഫ്ലക്സ് ഓൾവേസ് ട്രൈസ് ടു ഫ്ലോ ദ ലോ റിലക്റ്റൻസ് പാത്ത്. സോ ആ മാഗ്നറ്റിക് സോഫ്റ്റ് അയൺ മെറ്റീരിയലിലൂടെ ആയിരിക്കും നമ്മുടെ മാക്സിമം ഫ്ലക്സ് ലൈൻസ് കടന്നു പോകുന്നത് അല്ലേ. സോ അങ്ങനെ കടന്നു പോകുമ്പോൾ എന്ത് പറ്റും, നമ്മുടെ ആ ഫെറോമാഗ്നറ്റിക് മെറ്റീരിയലിന്റെ ഇൻസൈഡ് സ്പേസ് എന്തായിരിക്കും, നമ്മുടെ മാഗ്നറ്റിക് ഫ്ലക്സ് ലൈൻസിൽ നിന്ന് ഫ്രീ ആയിരിക്കും. സോ ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, മാഗ്നറ്റിക് ഷീൽഡിംഗ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ ഒരു സോഫ്റ്റ് അയൺ റിംഗ് ഞാനിവിടെ യൂസ് ചെയ്തു എന്ന് വെച്ചോ, നമുക്കറിയാം ഈ സോഫ്റ്റ് അയൺ എന്ന് പറയുന്നത് ഒരു ഫെറോമാഗ്നറ്റിക് മെറ്റീരിയൽ ആണ് അല്ലേ. സോ അങ്ങനെ ഒരു സോഫ്റ്റ് അയൺ റിംഗ് ഞാൻ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ സപ്പോസ് ഇതിൽ കൂടെ ഒരു ഫ്ലക്സ് ലൈൻ വരുന്നുണ്ടെങ്കിൽ എന്ത് പറ്റും, ഈ ഫ്ലക്സ് ലൈൻ എപ്പോഴും ഈ സോഫ്റ്റ് അയൺ മെറ്റീരിയൽ അതിന് ഹൈ പെർമിയബിലിറ്റി ആയതുകൊണ്ട് ഈ സോഫ്റ്റ് അയൺ മെറ്റീരിയലിലൂടെയാണ് പാസ് ചെയ്യാൻ നോക്കുള്ളൂ അല്ലേ. സോ അതിന്റെ ഇൻസൈഡ് സ്പേസിന് എന്താക്കാൻ പറ്റും, എനിക്ക് മാഗ്നറ്റിക് ഫ്ലെക്സ് ലൈൻസ് ഫ്രീ ആക്കാൻ പറ്റൂ അല്ലേ. സോ അങ്ങനെ ഒരു സ്പേസിൽ നിന്ന്, അതായത് ഇൻസൈഡ് സ്പേസ് എന്തായിരിക്കും, ഇപ്പോൾ ഫ്ലെക്സ് ലൈൻസിൽ നിന്ന് ഫ്രീ ആയിരിക്കും. സോ അങ്ങനെ ഒരു സ്പേസിനെ ഷീൽഡ് ചെയ്തെടുക്കുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, നമ്മൾ അല്ലെങ്കിൽ ആ ഒരു ഇതിന്റെ പ്രസൻസ് ഇല്ലാതാക്കുന്ന ഒരു ഇതിനെയാണ് നമ്മൾ മാഗ്നറ്റിക് ഷീൽഡിംഗ് എന്ന് പറയുന്നത്. അതിന് നമ്മൾ എപ്പോഴും യൂസ് ചെയ്യേണ്ടത് എന്തായിരിക്കണം, ഹൈ പെർമിയബിലിറ്റി മെറ്റീരിയൽ ആയിരിക്കണം. ഹൈ പെർമിയബിലിറ്റി എന്ന് പറയുമ്പോൾ ഫെറോമാഗ്നറ്റിക് മെറ്റീരിയൽ ആണ് യൂഷ്വലി അല്ലേ. സോ ഇവിടെ നമുക്ക് തന്നിരിക്കുന്നതിൽ ഏതാണ് ഒരു ഫെറോമാഗ്നറ്റിക് മെറ്റീരിയൽ ആയിട്ടുള്ളത്, ഓപ്ഷൻ ബി ആണ്, സോഫ്റ്റ് അയൺ ആണ് അല്ലേ. സോ സോഫ്റ്റ് അയൺ ആയിരിക്കും നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ നമ്മുടെ ഭയങ്കര കോസ്റ്റ്ലി റിസ്റ്റ് വാച്ചസ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ ഔട്ടർ ഫ്രെയിം എന്ന് പറയുന്നത് ഇതുപോലെ ഒരു ഹൈ പെർമിയബിലിറ്റി മെറ്റീരിയൽ ഉണ്ടാക്കിയതൊക്കെ ആയിരിക്കും. അതുകൊണ്ട് എന്ത് പറ്റും, നമ്മുടെ മാഗ്നറ്റിക് ഫ്ലക്സ് അതിൽ പാസ് ചെയ്യുള്ളൂ. നമ്മുടെ വാച്ചിന്റെ ഇൻസൈഡ് പോർഷൻ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ആ മാഗ്നറ്റിക് ഫ്ലക്സ് ലൈൻസിന്റെ പ്രസൻസിൽ നിന്ന് എനിക്ക് റിമൂവ് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, സോ ഇതാണ് മാഗ്നറ്റിക് ഷീൽഡിംഗ് എന്ന് പറയുന്നത്. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ബക്ക്ഹോൾസ് റിലേ ഈസ് ഓപ്പറേറ്റഡ് ബൈ ഗ്യാസ് പ്രഷർ, എഡ്ഡി കറന്റ്, ഇലക്ട്രോസ്റ്റാറ്റിക് ഇൻഡക്ഷൻ, ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ. ബക്ക്ഹോൾസ് റിലേ എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, ട്രാൻസ്ഫോമറിന്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അല്ലേ. മെയിൻലി 500 kVA എബവ് ഉള്ള ട്രാൻസ്ഫോമറിന്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്ന, ബക്ക്ഹോൾസ് റിലേ യൂസ് ചെയ്യുന്നത്. ഇതൊരു ഗ്യാസ് ആക്ച്വേറ്റഡ് റിലേ ആണ് അല്ലേ. ഈ റിലേ നമ്മുടെ ട്രാൻസ്ഫോമറിനെ അത് ഇന്റേണൽ ഫോൾട്ടിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രാൻസ്ഫോമറിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഗ്യാസ് ആക്ച്വേറ്റഡ് റിലേ ആണ് ബക്ക്ഹോൾസ് റിലേ എന്ന് പറയുന്നത്. ഇത് എവിടെയാണ് നമ്മൾ പ്ലേസ് ചെയ്യുന്നത്, ഇറ്റ് ഈസ് യൂഷ്വലി പ്ലേസ്ഡ് ബിറ്റ്വീൻ ദ മെയിൻ ടാങ്ക് ആൻഡ് കൺസർവേറ്റർ. കൺസർവേറ്ററിനെ മെയിൻ ടാങ്കിനെയും കണക്ട് ചെയ്യുന്ന ഒരു പൈപ്പ് ലൈനിലായിരിക്കും നമ്മൾ യൂഷ്വലി നമ്മുടെ ബക്ക്ഹോൾസ് റിലേ നമ്മൾ പ്ലേസ് ചെയ്തിരിക്കുന്നത്. സോ ഈ ബക്ക്ഹോൾസ് റിലേ എന്ത് സംഭവിക്കും, ഇന്റേണൽ ഫോൾട്ടിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇന്റേണൽ ഫോൾട്ട് എന്ന് പറയുമ്പോൾ ബോത്ത് മേജറും മൈനറും കാണും അല്ലേ.
സോ ബോത്ത് മേജർ ആൻഡ് മൈനർ ഇന്റേണൽ ഫോൾട്ടിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് ഏത് യൂസ് ചെയ്യാൻ പറ്റും, എൻ്റെ ബക്ക്ഹോൾസ് റിലേ യൂസ് ചെയ്യാൻ പറ്റും. ഒരു മൈനർ ഫോൾട്ട് ആണ്, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഷോർട്ട് സർക്യൂട്ട് ബിറ്റ്വീൻ ടേൺസ് അല്ലെങ്കിൽ ബ്രേക്ക് ഡൗൺ ഓഫ് കോർ, അങ്ങനെ ഒരു മൈനർ ഫോൾട്ട് ആണ് ഉണ്ടാവുന്നതെങ്കിൽ എന്ത് പറ്റും, ആ മൈനർ ഫോൾട്ടിന്റെ സമയത്ത് ഇവിടെയുള്ള നമ്മുടെ ഈ അലാം സർക്യൂട്ട് ആയിരിക്കും നമ്മുടെ ഇവിടെ എനർജൈസ് ആവുന്നത്. അതൊരു മൈനർ ഫോൾട്ട് ഉണ്ടാകുമ്പോൾ നമ്മുടെ ട്രാൻസ്ഫോമർ ഓയിൽ ഡീകമ്പോസ് ചെയ്യും, ലോട്ട് ഓഫ് ഗ്യാസസ് വിൽ ബി പ്രൊഡ്യൂസ്ഡ്. ആ ഗ്യാസസ് നമ്മുടെ ബക്ക്ഹോൾ ചേമ്പറിന്റെ ടോപ്പിൽ ഒന്ന് അക്യുമുലേറ്റ് ചെയ്യും. അക്യുമുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ടോപ്പിൽ ഒരു ഫ്ലോട്ട് ഉണ്ട്. ആ ഫ്ലോട്ട് എന്ത് സംഭവിക്കും, താഴത്തോട്ട് ഷിഫ്റ്റ് ആവില്ല. ഈ ഓയിൽ ലെവൽ കുറയുന്നതനുസരിച്ച് ഫ്ലോട്ട് താഴത്തോട്ട് ഷിഫ്റ്റ് ആവും. അന്നേരം ഈ മെർക്കുറി സ്വിച്ചിന്റെ പൊസിഷനും ടിൽട്ടായി മെർക്കുറി സ്വിച്ച് ക്ലോസ് ആയി ഒരു അലാം സർക്യൂട്ട് എനർജൈസ് ചെയ്യും. ഒരു മൈനർ ഫോൾട്ട് ഉണ്ടാകുമ്പോൾ നമുക്കൊരു വാണിംഗ് തരും, അതായത് എന്തൊക്കെയോ പ്രശ്നങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, അപ്പോൾ നമ്മളോട് പ്രിക്വേഷൻ എടുക്കാനാണ് പറയുന്നത്. ഇനി ഒരു മേജർ ഫോൾട്ട് ഉണ്ടാവുന്ന സമയത്ത്, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ എന്താ പറയുക, ഷോർട്ട് സർക്യൂട്ട് ബിറ്റ്വീൻ ഫേസസ് അല്ലെങ്കിൽ ഒരു ഫേസ് ടു എർത്ത് ഷോർട്ട് സർക്യൂട്ട് അല്ലെങ്കിൽ ഫേസ് ടു എർത്ത് എർത്ത് ഫോൾട്ട് ഒക്കെ വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, ഒരു മേജർ ഫോൾട്ട് ആണ് അല്ലേ. സോ അങ്ങനെ ഒരു മേജർ ഫോൾട്ട് ഉണ്ടാവുന്ന സമയത്ത് എന്ത് സംഭവിക്കും, ഒരു ഹ്യൂജ് ഇൻട്രഷ് ഓഫ് ഓയിൽ ആയിരിക്കും നമ്മുടെ ഇവിടെ ഇങ്ങോട്ട് നമ്മുടെ ബക്ക്ഹോൾ ചേമ്പറിലോട്ട് ഉണ്ടാവുന്നത്. സോ അന്നേരം എന്ത് സംഭവിക്കും, നമ്മുടെ ഈ ലോവർ ഫ്ലോട്ട് എന്ന് പറയുന്ന ടിൽട്ടായി അത് നമ്മൾ അതിലൊരു മെർക്കുറി സ്വിച്ച് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ആ മെർക്കുറി സ്വിച്ച് നമ്മളൊരു ട്രിപ്പ് സർക്യൂട്ടിലോട്ടാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അത് നമ്മുടെ ട്രാൻസ്ഫോമറിലോട്ടുള്ള പവർ സപ്ലൈ കട്ട് ചെയ്യും അല്ലേ. സോ ഒരു മൈനർ ഫോൾട്ടിന്റെ സമയത്ത് നമുക്കൊരു വാണിംഗ്, ഒരു അലാം സർക്യൂട്ടാണ് എനർജൈസ് ആവുന്നത്, അതുവഴി നമുക്കൊരു വാണിംഗ് തരും. അതുപോലെ തന്നെ ഒരു മേജർ ഫോൾട്ട് ഉണ്ടാവുന്ന സമയത്ത് നമ്മുടെ സർക്യൂട്ട് ഉണ്ടെങ്കിൽ ട്രാൻസ്ഫോമറിനെ ഫുള്ളി നമ്മൾ സപ്ലൈയിൽ നിന്ന് ഡിസ്കണക്ട് ചെയ്യുക അല്ലെങ്കിൽ ട്രിപ്പ് ചെയ്യുകയാണ് നമ്മൾ ചെയ്യുന്നത്. സോ നമ്മൾ പറഞ്ഞു, അപ്പോൾ നമ്മുടെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഏതായിരിക്കും, നമ്മുടെ ക്വസ്റ്റിനിൽ ചോദിച്ചിരിക്കുന്ന ബക്ക്ഹോൾസ് റിലേ ഈസ് ഓപ്പറേറ്റഡ് ബൈ എന്താണ്, ഇറ്റ് ഇസ് എ ഗ്യാസ് ആക്ച്വേറ്റഡ് റിലേ ആണ്. ആ ഗ്യാസ് പ്രഷറിലാണ് എന്ത് സംഭവിക്കുന്നത്, നമ്മുടെ ബക്ക്ഹോൾസ് റിലേ വർക്ക് ചെയ്യുന്നത്. സോ ഓപ്ഷൻ എ ആയിരിക്കും നമ്മുടെ ആൻസർ. ബക്ക്ഹോൾസ് റിലേ ഈസ് എ ഗ്യാസ് ഓപ്പറേറ്റഡ് റിലേ.